നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് SME ഓഹരികളെ കുറിച്ചുള്ള വീഡിയോകൾ ശ്രദ്ധിക്കാറ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങൾ മാർക്കറ്റ് മോശമായതുകൊണ്ട് മൊത്തം ഓഹരി വിപണിയെ ഉപേക്ഷിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്തായാലും ഇന്ന് വെറും സ്റ്റാർട്ടപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലോ തുടങ്ങുന്ന പല കമ്പനികളും പിന്നീട് ഫ്യൂച്ചറിൽ ഒരു മെയിൻ ബോർഡ് IPO ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലൂ ചിപ്പ് കമ്പനി ആയിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ളതാണ്. അതുപോലെയാണ് നമ്മൾ SME കമ്പനികളെ കരുതേണ്ടത്. SMEകൾ വളരെ കുഞ്ഞൻ കമ്പനികളാണ്, പക്ഷേ അത് മെയിൻ ബോർഡ് IPOകളായിട്ട് വളർന്ന ചരിത്രമുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് SMEകളുടെ വിശകലനം പഠിക്കുക വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ കമ്പനികളുടെ IPOകൾ വരുമ്പോൾ അതിൻ്റെ വിശകലനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനും ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം, ചെറിയ നിക്ഷേപകർ തീർച്ചയായിട്ടും SMEയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത മറ്റുള്ളവർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. അതിൽ കഴിയുമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം. ഈ കമ്പനി ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് SKP ബെയറിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള ഒരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയാണ്. ഇത് ബോൾ ബെയറിങ്ങുകളും പിന്നെ റോളർ നീഡിൽസും എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി 16 ലക്ഷം ഫ്രഷ് ഓഹരികൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. അത് കൂടാതെ 28 ലക്ഷം ഓഫർ ഫോർ സെയിൽ ഓഹരികളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 30.8 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കുന്നത്. ഈ IPO കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്കിനി ആ വീഡിയോയിലേക്ക് കിടക്കാം. SKP ബെയറിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പ്രധാനമായിട്ടും ബെയറിങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. നീഡിൽ റോളേഴ്സ്, സിലിണ്ടറിക്കൽ റോളേഴ്സ്, അതുപോലെ തന്നെ പിൻസ്, സ്റ്റീൽ ബോൾസ്, പിന്നെ ഫിനിഷ്ഡ് റോളേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഈ എക്യുപ്മെൻറ്റ്സ് പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനുമൊക്കെ ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത്, അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഇൻഡസ്ട്രീസാണ്. ഗുജറാത്തിലെ സുരേന്ദ്രനഗറിലാണ് കമ്പനിയുടെ ഫാക്ടറി ഉള്ളത്. ഫാക്ടറിയുടെ വിസ്തീർണം പറയുകയാണെങ്കിൽ 16,160 സ്ക്വയർ മീറ്റർ വരും. ഇവരുടെ നിർമ്മാണത്തിൻ്റെ ആ കപ്പാസിറ്റി നോക്കാം നമുക്ക്. റോളേഴ്സിൻ്റെ നിർമ്മാണം തന്നെ 600 ദശലക്ഷം പാക്സ് ആണ് ഒരു വർഷം. അതുപോലെ തന്നെ ബോൾസ് ആണെങ്കിൽ 480 ടൺ ബോൾസും നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി കമ്പനിക്കുണ്ട്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 110 എംപ്ലോയീസ് അവരുടെ പേറോളിലുണ്ട്. SKPയുടെ പ്രോഡക്ട്സ് അവർ ബ്രസീൽ, അർജന്റീന, UAE തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, 2012-13 കാലഘട്ടത്തിൽ ഇവർ പവർ കൺസംഷൻ്റെ കാര്യത്തിൽ ഒരു പരിധിവരെ അവർ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് വിൻഡ് മില്ലാണ് അവർ ആശ്രയിക്കുന്നത്. അത് സ്വന്തം കൺസംഷന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് 0.80 മെഗാവാട്ട് വൈദ്യുതി അവരുടെ സ്വന്തം വിൻഡ് മില്ലുകൾ വഴി ഉൽപ്പാദിപ്പിച്ച് ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഗുജറാത്തിലെ വിൻഡ് മില്ല് കൂടാതെ അവർക്ക് മധ്യപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലും സോളാർ പ്ലാന്റുകളും വിൻഡ് മില്ലുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി സ്വന്തം ഉപഭോഗത്തിന് ശേഷം ബാക്കി വരുന്നത് ഗ്രിഡ് രൂപത്തിൽ അവർ അതർ കസ്റ്റമേഴ്സിന് കൂടി നൽകുന്നുണ്ട്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ ശ്രീനന്ദ് കമലാകർ പാൽഷികർ, അദ്ദേഹവും പിന്നെ സംഗീത പാൽഷികറുമാണ് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഓഫർ ഫോർ സെയിലായിട്ട് അവർ 28 ലക്ഷം ഓഹരികൾ വിപണിയിൽ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷ് ഓഹരികളുടെ കൂട്ടത്തിൽ 28 ലക്ഷം ഓഹരികൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ കഴിയുമ്പോൾ അവരുടെ കൈവശം 73.5% ഓഹരികളായിരിക്കും ഉണ്ടാവുക. കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇഷ്യൂ കഴിയുമ്പോൾ 26.51% ആയിരിക്കും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഇപ്പോൾ IPO നടത്തുന്നത്? ഇതിൽ ഓഫർ ഫോർ സെയിലായിട്ട് കുറച്ച് ഓഹരികൾ വരുന്നുണ്ട്. അത് വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ അത് വിറ്റ ഇൻവെസ്റ്റേഴ്സാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സാണ് എടുക്കുന്നത്. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള ഓഹരികൾ വിൽക്കുക വഴി 11.2 കോടി രൂപ അവർ സമാഹരിക്കുന്നുണ്ട്. അത് കമ്പനിക്കാണ് കിട്ടുന്നത്. ആ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ടാണ് അതിൽ 8.71 കോടി രൂപയും അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്.
മാത്രമല്ല 2.24 കോടി രൂപ അവർ അതർ കോർപ്പറേറ്റ് പർപ്പസ് എന്നുള്ള കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതും കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. ബാക്കി വരുന്ന ഒരു 25 ലക്ഷം രൂപയാണ് കമ്പനി ഇഷ്യൂവിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇഷ്യൂവിൻ്റെ ചെലവുകളിലേക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ കമ്പനിയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ലീഡ് മാനേജർ ശ്രേണി ഷെയർസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡും. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണ്. 2019 മാർച്ച് മാസത്തിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 40.81 കോടി രൂപയായിരുന്നു. അപ്പോൾ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 9.93 കോടി രൂപയും. അടുത്ത വർഷം നോക്കാം, അതിൻ്റെ റവന്യൂ 32.59 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റിലും ആ കുറവ് കാണാം. 8.12 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റും കുറഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത വർഷം 2021 37.09 കോടിയായിട്ട് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ആ സമയത്ത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 7.46 അല്പം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അടുത്ത 10 മാസത്തെ ജനുവരി 22 കണക്ക് നോക്കുകയാണെങ്കിൽ 34.44 ഇതിൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് കാണാം. അവിടെ ഇത്തിരി റവന്യൂവിൽ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ 9.4 എന്നുള്ള ലെവലിലേക്ക്, കോടി എന്നുള്ള ലെവലിലേക്ക് പ്രോഫിറ്റ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ഈ ഫിനാൻഷ്യൽസ് പരിശോധിക്കുമ്പോൾ ഒരു ആവറേജ് ഇതിൻ്റെ EPS 5.39 ആയിരിക്കും. പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 20.42%. ഈ IPO കഴിയുമ്പോൾ ഇതിൻ്റെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ 16.6 കോടിയും പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോഴത്തെ ഇഷ്യൂ വില വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ 116.2 കോടിയായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ പിയർ കമ്പനികളെ നോക്കുകയാണെങ്കിൽ NRB ബെയറിങ്, മേനോൻ ബെയറിങ്, ഗാലക്സി ബെയറിങ്, SNL ബെയറിങ് എന്നീ ഇത്രയും കമ്പനികളെയാണ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് SKP SME കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂൺ 30 ഇഷ്യൂ ഓപ്പൺ ചെയ്യും, 5 ക്ലോസ് ചെയ്യും. ഇതിൻ്റെ ഷെയർ പ്രൈസ് ഫിക്സഡ് ആണ്, 70 രൂപയാണ് പെർ ഷെയറിന് വില. ഫ്രഷ് ഇഷ്യൂ 16 ലക്ഷം ഓഹരികളുണ്ട്, അതുവഴി ലഭിക്കുന്നത് 11.2 കോടി രൂപയും. ഓഫർ ഫോർ സെയിൽ 28 ലക്ഷം ഓഹരികളുണ്ട്, അതുവഴി കമ്പനിക്ക് കിട്ടുന്നത് 19.6 കോടി രൂപയുമാണ്. അപ്പോൾ ടോട്ടൽ IPO സൈസ് 30.8 കോടി രൂപ വരും. ഇനി നമ്മളെപ്പോലെയുള്ള ചെറുകിടക്കാർക്ക് എത്ര ഓഹരി അപ്ലൈ ചെയ്യാം? 2000 ഓഹരികളാണ് ഒരു ലോട്ടായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് SME ഓഹരി ആയതുകൊണ്ട് അത്ര കൂടുതൽ വന്നിരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സെക്കൻഡറി മാർക്കറ്റിൽ വന്നാൽ 2000-ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഫേസ് വാല്യൂ 10 രൂപയാണ്. റീറ്റെയിലേഴ്സിന് 50% ഓഹരിയുണ്ട്, ബാക്കി 50% HNIസിനാണ്. NSEയുടെ എമർജ് അല്ലെങ്കിൽ NSEയുടെ SME പ്ലാറ്റ്ഫോമിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡേറ്റുകൾ നോക്കാം. അലോട്ട്മെൻറ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 8 കിട്ടാത്തവർക്ക് റീഫണ്ട് വരുന്നത് 11 ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് വരുന്നത് 12 ഇത് ലിസ്റ്റ് ചെയ്യുന്നത് 13 ഇനി ഇത് അപ്ലൈ ചെയ്യണോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ കണ്ടു, വളരെ മികച്ച റിപ്പോർട്ടാണ് അതിൽ കണ്ടത്. അപ്പോൾ എല്ലാ വർഷവും അവർക്ക് പ്രോഫിറ്റ് തന്നെയാണ്, നല്ല പ്രോഫിറ്റ് മാർജിൻസ് ആണ് കാണുന്നത്. പക്ഷേ ഇവരുടെ പിയർ കമ്പനികളായിട്ട് കണ്ട കമ്പനികൾക്കൊന്നും അത്രയധികം പ്രോഫിറ്റ് മാർജിൻ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ കമ്പനി ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക്, റിസ്ക് ആപ്റ്റൈറ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓഹരിയാണ്. എന്നാൽ ചെറുകിടക്കാർ ഇത് SME ഓഹരി കൂടി ആയതുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുന്നതിന് എനിക്ക് വിഷമവുമില്ല. അപ്പോൾ ഈ കമ്പനിയുടെ ലോങ് ടേമിലേക്കുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തോളൂ. SKP ബെയറിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു IPO വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.